guys, welcome back to my channel anvivlog. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അൾട്ടിമേറ്റ് സയൻസ് കിറ്റിലെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ ഒന്നാമത്തെ എക്സ്പെരിമെന്റും പിന്നെ ഇതിന്റെ റിവ്യൂവും പിന്നെ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ നേരെ പോയി കണ്ടിട്ട് വാ. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സിട്രിക് ആസിഡ് സിട്രിക് ആസിഡ് വേണം, പിന്നെ 2 കപ്പ് വേണം, 2 കപ്പ്, പിന്നെ ഒരു സ്കൂപ്പ്, പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിക്ക്, മെഷറിംഗ് സിലിണ്ടർ, ബ്ലൂവും യെല്ലോവും കളർ, പിന്നെ ബേക്കിംഗ് സോഡ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടേ. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു കപ്പിലേക്ക് മെഷറിംഗ് സിലിണ്ടറിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 25 ml വെള്ളം. എന്നിട്ട് നമ്മൾ നേരെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് വെള്ളം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് യെല്ലോയും ബ്ലൂ കളറും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കണ്ട, യെല്ലോയും ബ്ലൂവും. ആദ്യം നമുക്ക് യെല്ലോ ആഡ് ചെയ്യാം. 2 drops ഓഫ് യെല്ലോ. 2 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി കൂട്ടി നമ്മളൊരു 4 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം. ഇളക്കാണ്ട് തന്നെ ഒരു പച്ച കളറായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇളക്കി പച്ചയായി. സോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ചെയ്തപ്പോൾ യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്തപ്പോൾ കണ്ട എന്ത് കളറായെന്ന്? ഗ്രീൻ കളറായി. ഗായ്സ്, നമ്മൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് സിട്രിക് ആസിഡ് ഇടാൻ പോവാം. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, രണ്ടാമത്തെ കപ്പാണ്. ബേക്കിംഗ് സോഡയും 1 സ്കൂപ്പ് ഇടുവാണ് കേട്ടോ. നമ്മളിനി ഇളക്കാൻ പോവാണ് കേട്ടോ. ഇളക്കിയിട്ട് വലിയ വ്യത്യാസം ഒന്നും വന്നില്ല. ബേക്കിംഗ് സോഡ കാണുന്നുണ്ട്, പിന്നെ സിട്രിക് ആസിഡ് ഒരു പഞ്ചസാര പോലെ വന്നുണ്ട് കേട്ടോ. ഗായ്സ്, നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് ഈ പച്ചവെള്ളം ഉണ്ടല്ലോ, അടുത്ത് നേരെ ഈ മിക്സ് ചെയ്ത സാധനത്തിലേക്ക് കണ്ടുപിടിക്കാൻ പോണേ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കോട്ടാ. റെഡി, സ്റ്റഡി, ഗോ. ഹായ്. ഇതാണ് നമ്മളുടെ സാധനം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ടാക്കിയാൽ മഴ പെയ്യണ പോലെയാണ് കേട്ടോ. കയ്യിൽ ഇവിടെയൊക്കെ തെറിച്ചിട്ട സാധനം. ഇതേ കൈ കാണിച്ച കയ്യിലേക്കൊക്കെ തെറിക്കുന്നത് കണ്ട, കയ്യിലൊക്കെ തെറിക്കും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻസ് ആണ് നമ്മളുടെ കൊക്കക്കോളയൊക്കെ എടുക്കുമ്പോൾ വരുന്നത്. ഒരു ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടത് കൊണ്ടാണ് ഈ സംഭവം നടക്കണേ കേട്ടോ. പിന്നെ ഉള്ള കാർബൺ ഡയോക്സൈഡൊക്കെ ഇല്ലേ, അതിങ്ങനെ പോണയാണ്. ഈ കൊക്കക്കോള എന്നൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ചാടി വരുന്നത് കേട്ടോ. വെള്ളം മറ്റേ കൊക്കക്കോളയൊക്കെ ചാടി വരുന്നത് അതുകൊണ്ടാണ്. ഗായ്സ്, നമ്മൾ ഒരു 25 ml കൂടി ഒഴിച്ചാൽ ഇതുപോലെ തന്നെ റിയാക്ഷൻ ഒന്നും കൂടി നടക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഒഴിക്കാൻ പോവാം. നടന്നില്ലേ? അതെ ഗായ്സ്, വന്നുണ്ട് ഗായ്സ്. ഓക്കെ, ചെറിയൊരു റിയാക്ഷൻ നടക്കും. നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് കൈ ഒന്ന് ഇട്ട് നോക്കിയാലോ, എന്താവാന്ന് നോക്കാം. കൈ എന്തോ പോലെയൊക്കെ ആവുന്നു. അയ്യോ, കയ്യിൽ എന്തോ വന്ന് പറ്റി പിടിച്ച പോലെ ഉണ്ട്. എന്തോക്കെ ഒരു റിയാക്ഷൻ നടക്കണ്ടിട്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാണ് നമ്മൾ കൊക്കക്കോളയിലൊക്കെ വരുന്ന റിയാക്ഷൻ. ഓക്കെ, പിന്നെ കാർബൺ ഡയോക്സൈഡാണ് ഈ കുലുക്കുമ്പോൾ വരണത്. ഇങ്ങനെ പൊട്ടിയല്ല, ഇങ്ങനെ തുറന്നു വരില്ലേ, അത് ഈ കാർബൺ ഡയോക്സൈഡാണ് കേട്ടോ. ഈ സയൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണേന്ന് വെച്ചാൽ, ഈ ബേക്കിംഗ് സോഡയും സിട്രിക് ആസിഡും കൂടിയും ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ആവുമ്പോഴാണ് ഇത് നടക്കണേ കേട്ടോ, ഈ റിയാക്ഷൻ നടക്കണേ. കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ ഇനി ഒരു 10 ml കൂടി ഒഴിക്കാൻ പോവാണ് കേട്ടോ. 10ൻ്റെയും 15ൻ്റെയും ഇടയിലാണ് ഇട്ടിരിക്കണേ വെള്ളം. ഇച്ചിരി കൂടി ഒഴിച്ച് കൊടുത്ത്. വലിയ റിയാക്ഷൻ ഒന്നും നടന്നില്ല, ചെറിയൊരു ഒച്ച കിട്ടും റിയാക്ഷൻ്റെ ഒക്കെ. ഇതിൻ്റെ സ്റ്റിയറിംഗ് സ്റ്റിക്കൊന്നും ഇതിൻ്റെ അകത്തിട്ട്
ഇളക്കിയൊക്കെ നോക്കാൻ പോലെ റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. റിയാക്ഷൻ ഒന്നുമേ നടക്കണില്ല. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നടക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾ കാർബൺ ഡയോക്സൈഡ് ഫുള്ള് തീർന്നെന്നാണ് അർത്ഥം. ഇനി നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇതിന് നടക്കൂല, എത്ര ഒഴിച്ചാലും നടക്കൂല, വെറുതെ ആവുന്നുള്ളൂ വെള്ളമൊക്കെ. സോ ഗൈസ്, ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. ഞാൻ അൻവിവ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഞെക്കിയേക്ക് കേട്ടോ.